വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഒരു പക്ഷേ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാം. ഫുൾ പർദ്ദ ഇട്ടിട്ട് ഒരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ആ കുട്ടിക്ക് നേരെ ഉണ്ടായ ഒരു വൃത്തികെട്ട സംഭവം ആ വീഡിയോ ഉൾപ്പെടെ ആ കുട്ടി കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനത് കണ്ടു. ഒരുപാട് പേരുടെ കമന്റും ഞാൻ വായിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ആ കുട്ടി വന്നിട്ട് വലിയ വിഷമം പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇട്ടതിൻ്റെ പേരിൽ അത് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിഷമമായി. പക്ഷേ നിങ്ങളൊക്കെ എന്ത് കാണിച്ചാലും ഞാൻ ആ വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ അതിൻ്റെ എതിരെ പരാതിപ്പെട്ടിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തായാലും അഭിമാനം. കാര്യം അവളുടെ ഉറച്ച മനസ്സിന്. പിന്നെ ആ കുട്ടി ചെയ്തത് ഒരു തെറ്റാണോ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ആ കുട്ടി തെളിവ് സഹിതം ആ സംഭവം കാണിച്ചു എന്നുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാലും അതിന് നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഒരു വൃത്തികെട്ട സംഭവമാണ് നമ്മൾ കാണിക്കുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നത് കൂടുതലും നെഗറ്റീവ് ആയിരിക്കാം. നമ്മൾ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരും, വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പം അത് മാത്രമല്ല, ഇനി ഈ വൃത്തികെട്ട സംഭവം ചെയ്ത വ്യക്തി, ആ വ്യക്തിയുടെ ഫാമിലി ഉണ്ടാവും. എന്തായാലും അയാൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അമ്മയോ അച്ഛനോ കൂടപ്പിറപ്പോ ആരെങ്കിലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട നെറികെട്ടവൻ ആ ഫാമിലിയിൽ വന്ന് ജനിച്ച് ഇവൻ ഇങ്ങനെ കാണിക്കുന്നതിൽ ആ ബാക്കിയുള്ളവർ എന്ത് പിഴച്ചു? അവരിതിൽ യാതൊരു തെറ്റും ചെയ്യുന്നതല്ല. പക്ഷേ ഇതിൻ്റെ ട്രോമ പിന്നെ ജീവിച്ചു പോകുന്ന അവർ നേരിടേണ്ടി വരുമെന്നാണ്. അപ്പോൾ ഇതുപോലത്തെ നെറികെട്ടവന്മാർക്കുള്ള ശിക്ഷ കൊടുക്കുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ എടുത്ത് പ്രചരിപ്പിച്ചിട്ടല്ല, ആ സ്പോട്ടിൽ ആ കണ്ട സമയത്ത്, എന്തായാലും അതൊരു പബ്ലിക് പ്ലേസ് ആണല്ലോ, അവിടെ വെച്ചിട്ട് 4 ആളെ കൂട്ടുക, അവന് പെടപ്പിക്കുക വൃത്തിയായിട്ട്, നല്ല പോലെ അവിടെ വെച്ച് സ്പോട്ടിൽ ശിക്ഷ കൊടുക്കുക. എവിടെ വെച്ചാണ് നമുക്ക് ഒരു വൃത്തികെട്ട സംഭവം നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നത്, കൊള്ളൂലാത്തൊരു സംഭവം കാണുന്നത്, സ്പോട്ടിൽ പ്രതികരിക്കുക. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, നിങ്ങൾ ആ തെളിവ് എടുത്തു വെച്ചു. അതുകൊണ്ട് തന്നെ 4 ആളെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അവൻ കാണിച്ച വൃത്തികേടിനെ അവൻ അപ്പം തന്നെ കിട്ടാനായിട്ട്. അവൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ ഇതിങ്ങനെ പബ്ലിക്കിലേക്ക് ഇറക്കി വിടുമ്പോൾ ഇവന്റെ പുറകിൽ കുറേ പാവങ്ങളുണ്ടാവും, ഈ നെറികെട്ടവന്റെ ഫാമിലിയിൽ. അതുങ്ങൾ ഈ ട്രോമ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയല്ല ഒരു ശിക്ഷ. നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളത് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വല്ല നല്ല കാര്യങ്ങൾ മാത്രം. കാരണം നിങ്ങൾ എത്ര നല്ലതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്തത്. പക്ഷെ നിങ്ങൾ നേരിട്ടത് ഇപ്പം നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ വന്ന് വിഷമം പറയേണ്ടി വന്നു. നിങ്ങളിപ്പോൾ നേരിടുന്ന തന്നെ അമ്മ വെട്ടിക്കൊന്ന സംഭവം നിങ്ങൾ നോക്കൂ. നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നതാണ്, സീനുകൾ ധാരാളം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ, പക്ഷേ ആ വീട്ടിൽ ചെറിയ 2 കുട്ടികളുണ്ടായിരുന്നു. ഇനി ജീവിതകാലം മുഴുവൻ ആ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ട്രോമ, അതിനെക്കുറിച്ച് ഈ വെട്ടിക്കൊന്ന അമ്മായിയമ്മയോ ഈ മരുമകളോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർ മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക, അതിൻ്റെ പിന്നിൽ കണ്ടു നിൽക്കുന്നവരും കൊച്ചുകുട്ടികളും വളർന്നു വരുന്നവരും മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. ഈ ട്രോമ കാര്യം ഈ വെട്ടിക്കുന്ന ഈ സ്ത്രീ അത് കഴിഞ്ഞു, അവർക്ക് ജയിലിൽ പോയി. അവർക്ക് 75ഓളം വയസ്സ് പ്രായമുണ്ട്. ഇനി ഒരു ശിക്ഷ അനുഭവിക്കാനുള്ള പ്രായം പോലും അവർക്ക് തികച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇതിൻ്റെ ഒക്കെ പ്രത്യാഘാതം, ഈ ട്രോമ അനുഭവിക്കേണ്ടി വരുന്നത് ഈ പണിക്കിറങ്ങിപ്പോയ ഈ പാവം മനുഷ്യനും ആ വളർന്നു വരുന്ന കുട്ടികളുമാണ്. ആ കുട്ടികൾ ഈ ട്രോമ എന്തോരം അനുഭവിക്കണം. ദയവ് ചെയ്ത് ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ വളരാൻ അനുവദിക്കരുത്, അത് പരിഹരിക്കാൻ നോക്കുക. ഇനി ഒട്ടും ചേരില്ല എന്നുണ്ടെങ്കിൽ രണ്ടിടത്ത് നിൽക്കട്ടെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതാണ് നടന്നു വരുന്നത്. കാര്യം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സെപ്പറേറ്റ് മാറി താമസിക്കുക. ഒരു പ്രശ്നം ഒഴിവാക്കാനാണെങ്കിൽ അതാണ്